ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട 2024 എന്ന വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ ദൈവം സഹായിച്ചു. ഈ വചനചിന്തയിൽ വചനം ശ്രമിക്കുന്ന ഓരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്ത വചനമെന്നത് യിരെമ്യാ പ്രവചന പുസ്തകം 31-ാം അധ്യായം 14-ാം തിരുവചനമാണ്. വചനം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ പുരോഹിതന്മാരുടെ പ്രാണനെ പുഷ്ടി കൊണ്ട് തണുപ്പിക്കും, എൻ്റെ ജനം എൻ്റെ നന്മ കൊണ്ട് തൃപ്തി പ്രാപിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, അനേകർക്ക് ഈ 2024 പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. 2023 എന്ന വർഷം ആരംഭം കണ്ടവർ ഇന്ന് 2024 തുടക്കത്തിൽ അവർ ഈ ലോകത്തില്ല എന്നുള്ളതാണ്. ഓരോ ദിവസവും ദൈവം നമ്മെ കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിച്ചു. അനേകം ആപത്തനർത്ഥങ്ങളിൽ നിന്നും ദൈവം നമ്മെ രക്ഷിച്ചു. തിരുവചനം വിളിച്ചു പറയുന്നു, എൻ്റെ ജനം എൻ്റെ നന്മ കൊണ്ട് തൃപ്തി പ്രാപിക്കും. ഈ 2024 ഉറച്ചു വിശ്വസിക്കുക. വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് നന്മ കൊണ്ട് സ്വർഗം തൃപ്തി വരുത്തും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 7-ാം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു: യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുപിൻ എന്നാൽ നിങ്ങൾക്ക് തുറന്നു ലഭിക്കും. യാചിക്കുന്നവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു ലഭിക്കുന്നു. ശേഷം വചനം പറയപ്പെടുന്നു: ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രത്തോളം നൽകുമെന്ന്. ഒരപ്പൻ ഒരിക്കലും മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കത്തില്ല, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ അപ്പൻ നമ്മെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഒരപ്പൻ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ, മകൾക്ക് വേണ്ടതെല്ലാം നൽകുമ്പോൾ, സ്വർഗത്തിലെ അപ്പൻ നമുക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങൾ നൽകും. സ്വന്തം അപ്പൻ മകന് വിവാഹമാകുമ്പോൾ മകന് വേണ്ടുന്ന ഓഹരികളൊക്കെ കൊടുത്ത് അവനെ കരുതുന്നത് പോലെ അതിനും അപ്പുറമായി ഈ 2024 വചനം ശ്രവിക്കുന്ന താങ്കൾക്കായി ദൈവം ചിലത് ചെയ്യും. വചനം ശ്രവിക്കുന്ന താങ്കൾക്കായി കരുതി വച്ചിരിക്കുന്ന നന്മകൾ വചനം ശ്രവിക്കുന്ന താങ്കളുടെ കരങ്ങളിൽ സ്വർഗം നൽകുവാനിടയാകും. ഭക്തനായ അബ്രഹാം ഇസഹാക്കിനെയും കൊണ്ട് മോറിയ മലയിലേക്ക് പോകുമ്പോൾ അതേ സമയത്ത് മറു സൈഡിലൂടെ ആടിനെ മോറിയ മലയിലേക്ക് കയറ്റിയ ദൈവമുണ്ട്. തീതുപ്പുന്ന പാറയ്ക്കകത്ത് ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി വെള്ളം കരുതി വെച്ച ദൈവമുണ്ട്. ഓരോ പ്രഭാതത്തിലും വാതിൽ തുറന്നു നോക്കുമ്പോൾ മരുഭൂമിയിൽ സാധ്യതയില്ലാത്ത സ്ഥലത്ത് മന്ന ഒരുക്കിയ ദൈവമുണ്ട്. ഓരോ പ്രഭാതത്തിലും അവർ വാതിൽ തുറക്കുമ്പോൾ അവർ ആദ്യം കാണുന്നത് മന്നയാണ്. അവർ വിതച്ചില്ല, കൊയ്തില്ല, അവർ ഭക്ഷണ സാധനങ്ങളൊന്നും പാകം ചെയ്തില്ല. എന്നാൽ പാകം ചെയ്യാത്ത, വിതയ്ക്കാത്ത, കൊയ്യാത്ത മന്ന അവർക്ക് ലഭിക്കുവാനിടയായി. അങ്ങനെയാണെങ്കിൽ പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സ്ഥാനത്ത് വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടി തക്ക സമയം കരുതുന്ന ദൈവമുണ്ട്. ഈ 2024 ദൈവം കരുതി വെച്ച ചില നന്മകളെ വചനം ശ്രവിക്കുന്ന താങ്കളുടെ കരങ്ങളിൽ ലഭിക്കാനിടയാകും. വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ അനേകം ഭക്തന്മാരെ ദൈവം നന്മ കൊണ്ട് തൃപ്തിപ്പെടുത്തിയതായി കാണുവാൻ സാധിക്കും. ഭക്തനായ യാക്കോബിൻ്റെ ജീവിതം പരിശോധിച്ചാൽ യാക്കോബ് ലാബാൻ്റെ ഭവനത്തിനകത്ത് കഷ്ടപ്പെട്ടുവെങ്കിലും താൻ തിരിച്ച് യാബോക്ക് എന്ന കടവിൽ എത്തുമ്പോൾ ഒരു വടിയുമായി താൻ യാബോക്ക് എന്ന കടവിലിരിക്കുമ്പോൾ യാക്കോബിൻ്റെ അരികിലേക്ക് ദൂതൻ ഇറങ്ങി വരികയാണ്. രാത്രി മുഴുവനും ദൂതനുമായി മൽപ്പിടുത്തം നടത്തി. യാക്കോബിൻ്റെ തുടയെല്ല് ഉളുക്കിയെങ്കിലും ദൂതനെ യാക്കോബ് വിട്ടില്ല. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല എന്ന് പറഞ്ഞപ്പോൾ യാക്കോബ് എന്ന പേരിനെ മാറ്റി യാക്കോബിനെ ഇസ്രായേലാക്കി മാറ്റുവാനിടയായി. എത്ര തൃപ്തിയുള്ള ഒരനുഗ്രഹമാണ് ദൈവം നൽകിയത്. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഭക്തനായ യാക്കോബിൻ്റെ പേരിനെ മാറ്റിയതുപോലെ ഈ 2024 വചനം ശ്രവിക്കുന്ന താങ്കളുടെ സ്ഥിതിക്ക് വ്യത്യാസം നൽകും. താങ്കളുടെ പേരിന് ദൈവം മാറ്റുവാനിടയാകും. തൃപ്തിയുള്ള അനുഗ്രഹം വചനം ശ്രവിക്കുന്ന താങ്കൾക്കായി ദൈവം നൽകും. പഴയ ജീവിതത്തിൽ നിന്നും, പഴയ അവസ്ഥയിൽ നിന്നും പുതിയ ജീവിതം നൽകുവാനും പുതിയ അവസ്ഥ നൽകുവാനും ഒരു 2024 വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നു. അനേകർക്ക് ലഭിക്കാത്തൊരു വർഷമാണ് ഈ 2024 എന്ന് തിരിച്ചറിയുക. വചനം ശ്രവിക്കുന്ന താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ കടബാധ്യതയിലായിരുന്നൊരു വ്യക്തിയായിരിക്കാം. രോഗത്താൽ അടിമപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം. തകർച്ചകൾ താങ്കളുടെ ജീവിതത്തിനകത്ത് കടന്നു വന്നിരിക്കാം. ഒരിക്കലും എടുത്തു മാറ്റുവാൻ കഴിയാത്ത ഭാരങ്ങൾ ചുമക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ ഈ വർഷം
വചനം ശ്രവിക്കുന്ന താങ്കളെ അത്ഭുതങ്ങൾ കൊണ്ട് തൃപ്തി വരുത്തുന്ന വർഷമാണ്. കർത്താവ് യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുക. പൂർണ്ണമായൊരു വിജയം വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് ദൈവം നൽകും. താങ്കൾ പ്രതികൂലത്തിലാണോ, കഷ്ടതയിലാണോ, ശൂന്യതയിലാണോ, സകലത്തെ നന്മയ്ക്കാക്കി മാറ്റുന്ന ദൈവം വചനം ശ്രവിക്കുന്ന താങ്കളുടെ കൂടെയുണ്ട്. സകല പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും അനുകൂലമാക്കി മാറ്റുന്ന ദൈവം വചനം ശ്രവിക്കുന്ന താങ്കളുടെ കൂടെയുണ്ട്. ഭക്തനായ യോസേഫിന്റെ ജീവിതത്തിനകത്ത് അനേകം പ്രതികൂലങ്ങൾ കടന്നു വന്നു, എന്നാൽ അവയൊക്കെയും സ്വർഗം അനുകൂലമാക്കി മാറ്റി. ഭക്തനായ ദാവീദിന്റെ ജീവിതത്തിനകത്ത് അനേകം പ്രതികൂലങ്ങൾ കടന്നു വന്നു, എന്നാൽ അവയൊക്കെയും അനുകൂലമാക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ ഈ 2024 സകല വിഷയങ്ങളെയും അനുകൂലമാക്കി മാറ്റുന്ന വർഷമാണ്. ആകയാൽ കർത്താവിൽ കൂടുതലായി ആശ്രയിപ്പാൻ, ദൈവിക പദ്ധതിക്കനുസരിച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപ നൽകുമാറാകട്ടെ. ഹാപ്പി ന്യൂ ഇയർ. വിഷ് ഓൾ ദി ബെസ്റ്റ്. വചനം ശ്രവിക്കുന്ന താങ്കൾ അനേകർ പരാജയപ്പെട്ടെടുത്ത് വിജയിപ്പാൻ ഇരട്ടി കൃപ വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് കർത്താവ് നൽകുമാറാകട്ടെ. ആമേൻ.